ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വർഷയെ വക്കീൽ ഓഫീസിൽ നിന്ന് സച്ചിയും രേവതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വിവാഹവാർഷികം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇതേ സമയം തന്നെ മറുവശത്ത് വർഷയെ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മഹിമയും വർഷയുടെ അച്ഛനും കിടന്നങ്ങ് ബഹളം വെക്കുകയാണ്. കുറേ നേരമായില്ലേ, നിങ്ങൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി, വർഷയെ കാണുന്നില്ലല്ലോ, നീയും എൻ്റെ മോളോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേന്ദ്രൻ കിടന്നങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പം മഹിമയും പറയുന്നുണ്ട്, എത്ര നേരമായി ശ്രീകാന്ത് ഇത് അവളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്നുള്ള പറയുന്നതെന്ന് പറഞ്ഞ്, ആൻറ്റി അവൾ ഇപ്പോൾ വരുമെന്നുള്ള ശ്രീകാന്ത് എങ്ങനെയെങ്കിലും എല്ലാവരെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ രവീന്ദ്രനെ കളിയാക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊന്നും പറ്റിയ ഒരു ഹോളൊന്നും അല്ല, തീരെ ചെറിയ ഹാളാണ്, ഞങ്ങളുടെ ഒന്നും സ്റ്റാൻഡേർഡിന് പറ്റിയതൊന്നും അല്ല, പിന്നെ നിങ്ങളെക്കൊണ്ട് ഇതൊക്കെയല്ലേ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെയൊക്കെ കുറച്ച് കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ ഇയാളുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വർഷയും കൂട്ടിക്കൊണ്ട് സച്ചിയും രേവതി അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് വർഷം നല്ല സുന്ദരിയായിട്ട് നല്ല മേക്കപ്പൊക്കെ ആയിട്ട് നല്ല ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ടാണ് വരുന്നത്. വർഷയെ കാണുന്നത് ശ്രീകാന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ക്യൂട്ട് നല്ല ബബിളി ആയിട്ട് ഒരുങ്ങിയാണ് നല്ല വർഷം വരുന്നത്. വർഷയെ കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് മഹിമ എങ്ങോട്ട് വന്ന് പറയും, എത്ര നേരമായി വർഷം ഞങ്ങൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഇല്ലയോ എന്ന് ചോദിക്കും. നീ എന്താ എത്ര വൈകിയത്? അത് അമ്മ ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്ത സ്ഥലത്ത് കുറച്ച് താമസം എടുത്ത്, അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ വേണ്ടി പോയിരുന്നായിരുന്നു. പിന്നെ നീ ഫോൺ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത്? അത് ഫോൺ ചാർജ് അങ്ങ് പോയായിരുന്നു പറയും. മതി എത്രയും പെട്ടെന്ന് ഫംഗ്ഷൻ തുടങ്ങാം, കുറേ നേരമായി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ, വർഷം വന്നല്ലോ. അപ്പോഴത്തേക്ക് വർഷം ഇങ്ങനെ ശ്രീകാന്ത് നോക്കുവാണ്. ആ സമയത്ത് ശ്രുതി പറയും, ഇപ്പം മതി നിങ്ങളുടെ റൊമാൻസ്, ഇനി വർഷം ഒന്നും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ ഒരുക്കി രണ്ടുപേരെയും പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് പിന്നെയും വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡായിട്ടൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വർഷയ്ക്കും ശ്രീകാന്തിന് മൈക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ആദ്യം വർഷയെക്കുറിച്ച് ശ്രീകാന്തിട്ട് സംസാരിക്കാൻ പറയും. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വൈഫാണ്, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ലക്കാണ് വർഷ. ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ഒരു ദിവസത്തേക്കുള്ളിൽ നീണ്ടു നിൽക്കത്തില്ല. ഞങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കും, ഞങ്ങൾ തമ്മിലൊരു പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ദമ്പതികളാണെന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ സച്ചി കിടന്ന് ചിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ദമ്പതികളെ ഒരുമിപ്പിക്കുന്ന കാണാമെന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാകും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയും, മതി സച്ചേട്ടാ, അവൾക്ക് അത്ര ഇതൊന്നും ഇല്ലല്ലോ, അവൾ കൊച്ചു പെൺകുട്ടിയല്ലേ, അറിയാതെ ചെയ്തു പോയതല്ലേ എന്നൊക്കെ പറയും. ശരി എന്നൊക്കെ പറഞ്ഞ് സച്ചി ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വർഷയും സംസാരിക്കും. വർഷ പറയും, ഞാൻ വളരെ ലക്കിയാണ്, എനിക്ക് ശ്രീകാന്തിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. ഞങ്ങൾ മുമ്പൊരു കപ്പിൾ റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് കപ്പിൾ റിയാലിറ്റി ഷോയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള എൻ്റെ കോ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ജഡ്ജസ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ശരിക്കും കപ്പിൾസ് അല്ല, ഞങ്ങൾ ലവേഴ്സാണ്. ശരിയാണ്, ഞങ്ങളിപ്പോഴേ ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നല്ല ലവേഴ്സായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോങ് ലൈഫ് ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മകളാണ്, എനിക്ക് വേറെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒന്നുമില്ല. അപ്പം ശ്രീകാന്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലോട്ടാണ്. എനിക്ക് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ നല്ലൊരു സിസ്റ്ററിനെ കിട്ടി, എൻ്റെ സ്വന്തം രേവതി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കണ്ണ് രേവതിയിലോട്ടാണ്. എനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്ററാണ് രേവതി ചേച്ചി. ഒരു ഹസ്ബൻഡിൻ്റെ ചേട്ടൻ വൈഫ് എന്ന രീതിയിലല്ല ചേച്ചി എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അല്പം മുൻചുണ്ടിക്കാരിയും ദേഷ്യക്കാരിയും ഒക്കെ ആയിരുന്നു. എൻ്റെ ദേഷ്യത്തെയൊക്കെ കുറച്ച് കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും എന്നെ ഒരു ചെറിയൊരു കുടുംബിനിയാക്കി മാറ്റുന്നതിലും എൻ്റെ രേവതി ചേച്ചിയുടെ പങ്ക് വളരെ വലുതാണ്. രേവതി ചേച്ചി കാരണമാണ് എനിക്ക് ശ്രീകാന്തിനെ വിവാഹം കഴിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ ശ്രീകാന്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് രേവതി ചേച്ചിയോടാണ്. ഇന്നത്തെ ദിവസം എനിക്ക് രേവതി ചേച്ചി ഹഗ് ചെയ്യാൻ തന്നെ തോന്നുന്നു, ഓടി വന്ന് രേവതി അങ്ങ് ഹഗ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും അങ്ങ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിയെ കൂടുതൽ പുകഴ്ത്തുന്നതൊന്നും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല, ചന്ദ്രമതിക്കും. പക്ഷേ അച്ചമ്മയ്ക്കും നമ്മുടെ ശ്രീകാന്തിനും രവീന്ദ്രനും ഒക്കെ ഭയങ്കര ഇഷ്ടം. സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് രേവതിയെ പുകഴ്ത്തി പറയുന്നത്. വർഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് രേവതി. ആ സമയത്ത് അച്ചമ്മയ്ക്ക് തന്നെ നമ്മുടെ വർഷയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം അവൾ ആ പൈസയുള്ള വീട്ടിൽ വന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും അങ്ങനെയൊന്നുമില്ല, വളരെ നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. അഹങ്കാരമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെയാണ്, ഉള്ള കാര്യം വിട്ടു തുറന്നങ്ങ് പറയും, അപ്പം തീരും, മനസ്സിൽ വെച്ചുള്ള പെരുമാറ്റമൊന്നുമില്ല. അങ്ങനെ അതിനുശേഷം അവർ തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പങ്കെടുത്ത ആ ഒരു റിയാലിറ്റി ഷോയിൽ രേവതി ചേച്ചി സച്ചേട്ടനാണ് വിൻ ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അവരുടെ ജീവിതം എല്ലാവർക്കും നല്ല മാതൃകയാക്കാൻ പറ്റിയ നല്ലൊരു മാതൃകാ ദമ്പതികൾ തന്നെയാണ് സച്ചേട്ടൻ രേവതി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യം കൊണ്ട് കൊടുക്കുന്നത്
മഹിമയും വർഷയുടെ അച്ഛനുമാണ്. അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും കൊണ്ട് കൊടുക്കുന്നത് ഒരു ഡയമണ്ട് നെക്ലസ്സാണ് കൊണ്ട് കൊടുക്കുന്നത്. ഓ വാവ് എന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയും കൂടി ഒരു ഗോൾഡ് റിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി സച്ചിയും കൊടുക്കുന്നത് ഒരു ബൊക്കയാണ്. ബൊക്കെ കാണുമ്പോൾ ഇത് രേവതി ചേച്ചി ചെയ്ത ബൊക്കയാണെന്ന് നോക്കും. ആ അതെ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാന്ന് പറയും. ഓ ഗ്രേറ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി, വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് രേവതി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതിൽ കിട്ടിയ ഏറ്റവും വില കൂടിയൊരു ഗിഫ്റ്റാണ് രേവതി ചേച്ചി തന്നതെന്നൊക്കെ പറയും. എനിക്ക് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കഴിയും. അതിനുശേഷം രവീന്ദ്രൻ്റെ അടുത്തോട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ അങ്ങ് വരികയാണ്. മഹി വരികയാണ്. ചോദിക്കും, ഓ എന്താണ് മോനും മരുമകൾക്കും വിവാഹാഘോഷ ദിനത്തിൽ സമ്മാനം കൊടുക്കുന്നത്? എന്തായാലും ഞങ്ങളെ കണക്ക് വില കൂടി ഗിഫ്റ്റൊന്നും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ലല്ലോ. ഞാൻ കൊടുത്തത് കണ്ടോ, ഡയമണ്ട് നെക്ലസ് സമ്മാനം കൊടുത്തത്. അല്ല, നിങ്ങളെന്തോ വല്ല സോപ്പോട്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അച്ഛമ്മയ്ക്ക് അങ്ങ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛമ്മ ഇങ്ങനെ ഒരു അവസരത്തിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന രംഗം കാണുന്നത്. ആ സമയത്ത് അച്ഛമ്മ ഇങ്ങനെ കറക്കി പൂട്ടുന്ന കണക്കുള്ളൊരു ചെറിയ ചെപ്പടി വിദ്യയുണ്ട്. അതിട്ട് നമ്മുടെ കഴുത്ത് ഭാഗത്തിട്ട് കൊളുത്തിപ്പിടുത്തം കൊടുക്കും. അപ്പോഴത്തേക്കും മഹേന്ദ്രൻ ഇങ്ങനെ പോസ്റ്റായാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്നതും സച്ചി ഓടി എന്നിട്ട് ചോദിക്കും, എന്താ അച്ഛമ്മ ഇതോ കുറച്ച് നേരമായി അവൻ എൻ്റെ മോനെ കളിയാകാൻ തുടങ്ങിയിട്ട്. കുറച്ച് നേരം അവൻ അങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് പറയും. ആ അത് കൊള്ളാം, നല്ല സ്റ്റാറ്റ്യൂ, ഇപ്പോൾ നല്ല പ്രതിമ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയും. ഇത് കൊള്ളാലോ അച്ഛമ്മ, ഈ വിധി ഇത് എന്നെ ഒന്ന് പഠിപ്പിച്ചാലാവെന്ന് ചോദിക്കും. ഏയ് ഇത് നിന്നെ പഠിപ്പിക്കത്തില്ല, പക്ഷെ ഞാനിതൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കും. അതാർക്കാ? എൻ്റെ രേവതി മോക്ക്. അത് ശരി അച്ഛമ്മേ, ഈ ഒരു വിദ്യ ഞാൻ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അങ്ങനെ അവർ തമ്മിലൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രത്യേകം നന്ദിയല്ല, എല്ലാവരുടെയും പ്രത്യേകം വലിയ പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സച്ചിയും രേവതിയെയും അങ്കിളിനെ ആൻറ്റിയും പിന്നെ അതുപോലെ തന്നെ ചന്ദ്രമതിയെക്കുറിച്ചും രവീന്ദ്രനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് വർഷ. അതും നമ്മുടെ രവീന്ദ്രനെക്കുറിച്ച് പറയും എനിക്ക് അങ്കിളാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. പക്ഷേ അങ്കിള് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ലവബിളാണ്. അങ്കിള് ഞങ്ങളെ 3 പേരെ ഒരുപോലാണ് കാണുന്നത്. എന്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളെ ആരെയും ദേഷ്യപ്പെട്ട് സംസാരിക്കത്തില്ല, നല്ല രീതിയിൽ സംസാരിച്ച് ഉപദേശിച്ച് തെറ്റുകൾ തിരുത്തത്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആൻറ്റിയും വളരെ സപ്പോർട്ടീവാണ് ഞങ്ങളെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ വർഷ പറഞ്ഞ് അങ്ങനത്തെ ആ ഒരു ഫംഗ്ഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രമേ നമ്മുടെ ശ്രുതിക്കും കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലാവരെയും പുകഴ്ത്തും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയും, കണ്ടില്ലേ എല്ലാവരെയും അങ്ങ് പുകഴ്ത്തി പറഞ്ഞു, നമുക്ക് മാത്രം ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രമേ അവൾ പറഞ്ഞോളൂ എന്ന് പറയും. ആ ശ്രുതി എന്ന് പറയും. അതിനുശേഷം പിന്നെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല കാലുവേദനയുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കാലൊക്കെ ഇങ്ങനെ തടവുകയാണ്. എത്ര നേരമായി, ഒരേ നേരമൊക്കെ നിന്നേ ഇല്ലെന്ന് പറയും. അപ്പോൾ ശ്രുതിയും പറയും, ശരിയാ, എത്ര നേരം കൊണ്ട് ഫംഗ്ഷന് വേണ്ടി നിന്നതാ, എൻ്റെ വില കൂടിയ സമയങ്ങളൊക്കെ കഴിഞ്ഞു, ഇത്ര നേരമായി വർഷം നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയതൊക്കെ പറയുമ്പോഴത്തേക്ക് വർഷ പറയാം, അല്ല അത് പിന്നെ വർഷ എന്തെങ്കിലും വക്കീലിനെ കാണാൻ പോയ കാര്യം അങ്ങനെ പറയുമെന്നുള്ള പേടിയുണ്ട്. സച്ചി ഓടിയെന്ന് പറയും. അത് വർഷ പറഞ്ഞില്ലേ, ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടാൻ കുറച്ച് താമസം എടുത്ത്, അതുകൊണ്ടാണെന്നുള്ളത്. പിന്നെ നിനക്കൊന്നും ഇത്ര സമയം, ഓട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പിന്നെയും സച്ചി കളിയാക്കുന്നുണ്ട്. ആ മതി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയും. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നത്. ഇതെന്താ കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട്? ഇത് രേവതി ചേച്ചിക്കുള്ള സമ്മാനമാണെന്ന് പറയും. രേവതിക്കോ? ഉടനെ രേവതി പറയും, ഇന്ന് നിങ്ങളുടെ വിവാഹവാർഷികമല്ലേ വർഷേ, നിങ്ങൾക്കല്ലേ ഗിഫ്റ്റ് തരേണ്ടത്, ഇനി എനിക്കെന്തിനാ ഗിഫ്റ്റ് തരുന്നത്? ഇത് ചേച്ചിക്കുള്ള ഗിഫ്റ്റാണെന്ന് പറയും. തുറന്ന് നോക്കാൻ പറയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഉടനെ ശ്രുതി പറയും, കണ്ടില്ലേ, നമ്മൾ ഗോൾഡ് റിങ്ങൊക്കെ അവൾക്ക് സമ്മാനം കൊടുത്തത് നമുക്കൊരു ഗിഫ്റ്റ് തന്നില്ല, കേവലം ഒരു ബൊക്കെ കൊടുത്തിട്ട് രേവതിക്ക് സമ്മാനം. നോക്കുമ്പോൾ നല്ല വില കൂടിയ ഒരു സ്മാർട്ട് ഫോൺ. ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തെള്ളുകയാണ്. ഇതെന്തിനാ ഇവർക്ക് ഇത്രയും വില കൂടിയ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിച്ച് കൊടുത്തതെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ പൂ കെട്ടാൻ തുടങ്ങുമ്പോൾ സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കാനാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അത് ഞാൻ ചേച്ചിക്കൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. ഞങ്ങളുടെ വിവാഹവാർഷികത്തിന് ഇത്രയും നല്ല രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് തന്ന്, സ്റ്റേജൊക്കെ നല്ലോണം അലങ്കരിച്ചു, പിന്നെ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് രേവതി ചേച്ചി. അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറയാൻ പോകുമ്പോഴത്തേക്ക് സച്ചി പറയും, ആ മതി. അപ്പം ഈ വർഷം സത്യം എന്തെങ്കിലും പറയുന്ന പേടി നമ്മുടെ സച്ചിക്കുണ്ട്. അപ്പോഴത്തേക്ക് സമ്മാനം കൊടുക്കും. അങ്ങനെ പറയും, ഇത് ചേച്ചിയുടെ ബിസിനസ്സിനെ ഏറ്റവും ചേച്ചിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഈ സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പിലൂടെ തന്നെ ചേച്ചിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരുപാട് ഫോട്ടോസും ചേച്ചി ചെയ്യുന്ന വർക്കുകളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരുപാട് നല്ല ഓർഡറുകൾ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് ചേച്ചിക്ക് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഫോൺ ഉപകരിക്കുമെന്നൊക്കെ പറയും. അത് പക്ഷേ എനിക്കിത് അതായിട്ട് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അത് ശരി, ഇവർക്ക് സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ മേടിച്ച് കൊടുക്കാഞ്ഞത്. അതൊന്നും സാരമില്ല സച്ചേട്ടാ, ഞാൻ പറഞ്ഞു തരാം, ഇതൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് പഠിക്കുന്ന കാര്യമേ ഉള്ളതെന്നൊക്കെ പറയും. അങ്ങനെ രേവതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് വർഷം അകത്തോട്ട് പോവുകയാണ്. ഇതൊന്നും നമ്മുടെ ചന്ദ്രമതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയും, കണ്ടില്ലേ വർഷമോക്ക്
രേവതി മോളുള്ള സ്നേഹം ഇതേപോലെ ഇരിക്കണം, മക്കളെയും മരുമകളെയൊക്കെ എപ്പോഴും ഒരുപോലെ കാണാൻ നീ ശ്രമിക്കണം ചന്ദ്രേ എന്നൊക്കെ പറയും. അങ്ങനെ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന് ആദ്യത്തെ വിവാഹ വാർഷികം വളരെ നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.